ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു വാർഡ്രോബിനുള്ളിൽ വരുന്ന ഡ്രോയർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഡിസൈൻ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമ്മൾ വാർഡ്രോബിൻ്റെ ഏത് ഡോറ് വരുന്ന കോളത്തിലാണോ നമ്മൾ ഈ ഡ്രോയർ കൊടുക്കേണ്ടത്, ആ കോളത്തിൻ്റെ വിഡ്ത്ത് അളവിൽ 2 വിഡ്ത്ത് പീസും പിന്നീട് ഒരു 6 ഇഞ്ച് ഹൈറ്റ് ഇൻസൈഡ് വരത്തക്ക വിധം 2 ഹൈറ്റ് പീസും എടുത്ത് ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് അതേ വിഡ്ത്ത് അളവിൽ തന്നെ 2 സൈഡും 45-ൽ ഒരു പീസും, പിന്നെ വാർഡ്രോബിൻ്റെ ഡെപ്ത് അളവിൽ ഒരു സൈഡ് 45-ഉം ഒരു സൈഡ് 90-ലും വരുന്ന 2 പീസും എടുത്ത് സി ടൈപ്പായിട്ട് കൂട്ടിയിട്ട് നമ്മൾ മുന്നേ പണിഞ്ഞ് വെച്ചിരുന്ന ഫ്രണ്ട് ഫ്രെയിമിൽ സെറ്റ് ചെയ്യുകയാണ്. സി ടൈപ്പ് കൂട്ടിയ ഫ്രെയിമിൽ 90 വരുന്ന ഭാഗത്ത് മുകളിലും താഴെ 2 ആംഗിൾ വീതം വെച്ചിട്ട് ഹോളടിച്ച് റിവേറ്റ് ചെയ്താണ് നമ്മളത് സെറ്റാക്കുന്നത്. അത് ഫ്രണ്ട് ഫ്രെയിമിലേക്ക് സെറ്റാക്കുന്നത്. ഈ ഡ്രോയറിൻ്റെ ഔട്ടർ ഫ്രെയിം നമ്മൾ 1.25 സെഷനും അതിൻ്റെ ഡോറ് ചെയ്യാനായിട്ട് J² ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡ്രോയറിൻ്റെ ബോക്സ് സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഡ്രോയർ സെഷനല്ല ഉപയോഗിക്കുന്നത്, 4 സെഷനാണ് അതിൻ്റെ എടുത്തേക്കുന്നത്. അതിന് നമുക്ക് മെഷീൻ ഒന്ന് ടിൽറ്റ് ചെയ്ത് വെക്കാം. കട്ട് മെഷീൻ ഇതേ രീതിയിൽ ടിൽറ്റ് ചെയ്ത് വെച്ചിട്ട് സെഷൻ ഫ്ലാറ്റായിട്ട് വെച്ച് തന്നെ കട്ട് ചെയ്താൽ നമുക്ക് 45 ഡിഗ്രിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്താൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ബോക്സ് സെഷൻ എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി ഡോറ് നമ്മൾ ഷീറ്റ് ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നീട് ബോക്സിൻ്റെ 4 സെഷൻ എടുത്ത് വീഡിയോ കാണുന്ന പോലെ ഒരു സി ടൈപ്പായിട്ട് കൂട്ടി വയ്ക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പീസ് നമ്മൾ ഡയറക്റ്റ് ആംഗിൾ വെച്ച് ഡോറിലേക്ക് ഹോൾ ചെയ്തിട്ട് റിവേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ 3/4 ഇഞ്ചിൻ്റെ ആംഗിളാണ് എടുത്തിരിക്കുന്നത്. സ്ലൈഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് 12 ഇഞ്ചിൻ്റെ SS-ൻ്റെ ടെലിസ്കോപ്പി സ്ലൈഡറാണ്. ഇത് നമ്മൾ 4 ബോക്സ് സെഷൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് സ്ലൈഡറിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചാനൽ സെറ്റ് ചെയ്യുന്നത്. സ്ലൈഡറിൻ്റെ ഔട്ടർ വരുന്ന ചാനൽ ഡെപ്ത് പീസിനകത്ത് ഇതേ രീതിയിൽ ടോപ്പ് വശം നിരപ്പായി വരത്തക്ക വിധം റിവേറ്റ് ചെയ്ത് ഫിറ്റാക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നമുക്ക് സ്ലൈഡറിൻ്റെ ഗ്രൂവിലേക്ക് ഡ്രോയർ കയറ്റിയിടാവുന്നതാണ്. ഇപ്പോൾ ഡ്രോയറിൻ്റെ വർക്ക് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ അടിയിൽ ഷീറ്റ് അടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഡ്രോയറിന് ലോക്കും ഹാൻഡിലും സെറ്റ് ചെയ്തിട്ട് വാർഡ്രോബിനുള്ളിൽ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇത്തരം വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്